ഇപ്പോൾ തന്നെ നോക്ക്, ഇന്ത്യ മുന്നിൽ ആരൊക്കെയാണ്? SP, തൃണമൂൽ, DMK, ശിവസേന, NCP, RJD, CPIM, ആം ആദ്മി, ലീഗ്, JMM, CPI, VCK, CPI എന്ന് പറഞ്ഞിട്ട് ഒരു 28 പാർട്ടികളാണ്. ഈ പാർട്ടികൾ ഏതെങ്കിലും ഒരു പാർട്ടി, ഞാൻ പറയുന്നത് നമ്മുടെ തമിഴ്നാട് DMKനെ മാത്രം മാറ്റി നിർത്തിക്കോളൂ, വേറെ ഏതെങ്കിലും ഒരു പാർട്ടി ഈ രാഹുൽ ഗാന്ധിനെയോ കോൺഗ്രസിനെയോ അവരുടെ നേതാവായി കാണുന്നുണ്ടോ? ഒരാൾ പോലും കാണുന്നില്ല. അങ്ങനെ കാണാത്ത ഒരാൾക്ക് എങ്ങനെയാണ് അങ്ങനെ ഒരു കോൺഗ്രസിനെ ഈ പറയുന്ന പ്രാദേശിക പാർട്ടികളെ നയിക്കാൻ പറ്റുക? ഒരു കാരണവശാലും പറ്റില്ല എന്നുള്ളതാണ്. അതിന് ആദ്യം ഇവർ മാറ്റേണ്ടതാണ്, ഇരട്ടത്താപ്പ് മാറ്റണം. ഇവരാരാണ് ശത്രു എന്നുള്ളത് ആദ്യം നിശ്ചയിക്കണം. കോൺഗ്രസിൻ്റെ ശത്രു BJP ആണോ പ്രാദേശിക പാർട്ടികളാണോ എന്നുള്ളത് ആദ്യം നിശ്ചയിക്കണം. എന്താണ് ഇപ്പം ഞാൻ ചോദിക്കട്ടെ, ഇനിയിപ്പം ഡൽഹിയിൽ കോൺഗ്രസും BJPയും ആം ആദ്മി പാർട്ടിയും മത്സരിച്ചു നോക്കുക. കോൺഗ്രസിന് എത്ര സീറ്റാണ് കിട്ടാൻ പോകുന്നത്? ഒരു 10 സീറ്റ് കിട്ടിയാലോ? ഇനി ആ 10 സീറ്റ് കിട്ടിയത് കൊണ്ട് വല്ല കാര്യമുണ്ടോ? ഒരു കാര്യമില്ല. BJP അവിടെ ജയിക്കും. കാരണം അവിടെ എന്താണ്, വോട്ട് ഷെയറിൽ വലിയ ഭിന്നിപ്പുണ്ടാക്കും. 10-25% വോട്ട് അവിടെ നിന്ന് വലിച്ചിട്ട് ആർക്ക് പിന്നെ അത് ആം ആദ്മിക്ക് കിട്ടേണ്ട ഒരു 20-25% വോട്ട് ഇവർ വലിച്ചിട്ട് BJPനെ ജയിക്കാനുള്ള സാധ്യത ഉണ്ടാക്കും എന്നുള്ളത്. അപ്പോൾ ആരാണ് ഇവരുടെ ശത്രു? പ്രാദേശികമായി BJP ആണോ, അല്ലെങ്കിൽ പിന്നെ രാജ്യത്തോടൊപ്പമുള്ള BJPക്കെതിരെയാണോ അവർ ഫൈറ്റ് ചെയ്യുന്നത്? ആം ആദ്മി പാർട്ടിക്കെതിരെയാണോ അവർ ഫൈറ്റ് ചെയ്യുന്നത്?